റോക്കിയുടെ സോറിയെ പറ്റി സിജോയുടെ അഭിപ്രായം എന്താണെന്ന് പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം അനാവശ്യമായിട്ട് എന്തിനാണ് ഞാനായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇനിയും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് ബോധമില്ലായ്മ, വിവരമില്ലായ്മ, ഉളുപ്പില്ലായ്മ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും രണ്ട് വാക്ക് പറയാം. എന്റെ മോനെ, നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു 16ാമത്തെ ദിവസം ഞാൻ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കൺഫറൻസ് റൂമിൽ കിടന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീ തന്നെ കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാർ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഈ സമയത്തിന് കൃത്യമായിട്ട് അറിയാം എനിക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 10-20 ദിവസം ഞാൻ മാറി നിൽക്കുന്നു, ഹൗസിലേക്ക് തിരികെ എത്തുന്നു. ഈ സമയത്ത് നിനക്ക് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ, മര്യാദയുടെ അംശം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട. എന്റെ വീട്ടുകാരെ കോൺടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോകാമെന്ന് ഒരു വാക്ക് അവരോട് പറയാം. എന്റെ മോനെ, നീ അത് ചെയ്തോ? എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുണുവാവ അതൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ. പിന്നെ 100 ദിവസം കഴിഞ്ഞ് ഞാൻ ഹൗസിൽ നിന്ന് ഒരു 92ാം ദിവസം പുറത്തിറങ്ങുന്നു, ഫിനാലെല്ലാം കഴിയുന്നു, നിന്നെ അവിടേക്ക് വിളിച്ചിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആരോ ബോധ്യപ്പെടുത്താവുന്ന രീതിയിൽ ഈ പുറത്ത് നാടകം, ഉളുപ്പില്ലാത്ത ഈ സോറി പറച്ചിൽ നീ നടത്തുമ്പോഴത്തേക്കും അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെപ്പോലെ മണ്ടനായി പോയില്ല. അതുകൊണ്ട് എനിക്ക് എന്തായാലും കുണുവാവയുടെ ആ സോറി അത് വേണ്ട.